നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാകരൻ കല്യാസ്, സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക രോഗങ്ങളുണ്ട്. എന്നാൽ അത്രത്തോളം അല്ലെങ്കിൽ പോലും ചില വ്യക്തിത്വ വൈകല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കാറുണ്ട്. അത്തരത്തിലൊരു വ്യക്തിത്വ വൈകല്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് സത്യത്തിൽ പൊതുസമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന വ്യക്തിത്വ വൈകല്യമല്ല. പക്ഷേ ഏത് വ്യക്തിയിലാണോ അതുള്ളത്, ആ വ്യക്തിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ അച്ഛനമ്മമാര്, മക്കള്, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, പെയിൻഫുൾ ആയി തീരുന്ന ഒരു ജീവിതമാണ് സത്യത്തിൽ നാർസിസിസ്റ്റുകൾ ഇവരുടെ മുന്നിൽ അല്ലെങ്കിൽ ഇവരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ നാർസിസ്റ്റുകൾ എപ്പോഴും സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ അറിയാതെ ചെയ്തു പോകുന്ന ഒരു കാര്യം. ആരുമായിട്ടും എളുപ്പത്തിൽ അടുക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അങ്ങോട്ട് പറയുകയും ഇംപ്രസ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആളുകളിലേക്ക് ഇവരുടെ വൈകല്യങ്ങൾ മുഴുവൻ ഇഞ്ചക്ട് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്ന് ഭാര്യയൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ വല്ലാതെ അങ്ങ് സഹിക്കേണ്ടി വരും. യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒരാൾ ഇവരോടൊപ്പം ദീർഘകാലം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇവർ പറയുന്നതെല്ലാം എല്ലാം കേട്ട് അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ. കാരണം ഇവർ പറയുന്നതൊക്കെ ശരിയാണ്, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ 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 എന്നൊരു സ്വത്വബോധത്തിലേക്ക് ഇവർ അറിയാതെ വളർന്നു പോകും. അപ്പോൾ അതിനെ എപ്പോഴെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാലോ, അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കുകയില്ല എന്നുള്ളത് മാത്രമല്ല, അതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവരിൽ കണ്ടേക്കാം. ഇങ്ങനെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ ഇവരെ തന്നെ നമുക്ക് തർക്കിച്ച് തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. കാരണം അതിന് ഒരിക്കലും ഇവർ വഴങ്ങിത്തരില്ല. അതായത് ഏറ്റവും അടുത്ത ആളുകളിലേക്ക് ഒരിക്കലും വഴങ്ങാത്ത ഒരു പ്രകൃതമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഒരിക്കലും എമ്പതി ഉണ്ടാവില്ല. അതായത് കൂടെ ജീവിക്കുന്ന ആളുകളോട് ഒരു തരത്തിലുള്ള സഹാനുഭൂതിയും ഇവർ വെച്ച് പുലർത്താറില്ല. ഇവരുടെ കാര്യങ്ങൾക്ക് ഏറ്റവും പരിഗണന കിട്ടണം, ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകണം. അതിന് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ത്യാഗം സഹിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഇവർ ശ്രദ്ധിക്കാറേയില്ല. ഇനി ഒരു ആൾക്കൂട്ടത്തിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഒരു മൂവിന്റെ മുമ്പിൽ എത്തിയാൽ ഇവർ അവിടെ ഓൾ ഇൻ ഓൾ ആയിരിക്കും. ഇവരുടെ ശ്രദ്ധ, അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയൊരു ദൗർബല്യമാണ്. അതുകൊണ്ട് അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടി ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിലും ഇടപെടുകയും ഇവരുടെ അഭിപ്രായങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിക്കുകയും ചെയ്യും. ഇവർ ഒരു ഡേഞ്ചറസ് പേഴ്സൺ ആണെന്ന് തിരിച്ചറിയുന്നത് ഇവരുടെ പങ്കാളികൾ മാത്രമായിരിക്കും. കാരണം ഒരു പങ്കാളിക്ക് എപ്പോഴും എന്തെങ്കിലും സംഭവിച്ചേക്കുമോ എന്നൊരു ഭയത്തോടു കൂടി മാത്രമേ ഇവരുടെ കൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്താൽ പോലും സ്വന്തം പങ്കാളിയോട് വിട്ടുവീഴ്ച ചെയ്യാൻ ഇവർ തയ്യാറാവില്ല. ജീവിത പങ്കാളികളോട് ഒരിക്കൽ പോലും അവരുടെ കാര്യങ്ങൾ അനുകൂലമായിട്ട് ഒരിക്കലും ഈ നാർസിസ്റ്റുകൾ ഏറ്റെടുക്കുകയില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഒരാളാണ് അവരുടെ ജീവിത പങ്കാളി എന്നത്. അതുകൊണ്ട് ഇത്തരം ബന്ധങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളത് ഈ നാർസിസിസ്റ്റുകളുടെ പ്രകടമായ ഒരു സവിശേഷതയാണ്. ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ പരിഹരിക്കാവുന്നതാണ്, പരിഹരിക്കേണ്ടതാണ്. അതിന് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ ഉപയോഗപ്പെടുത്താം. പക്ഷേ അവിടെ ഒരു പ്രശ്നം, നാർസിസിസ്റ്റുകൾ ഒരിക്കലും തങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യമുണ്ട് എന്ന് അംഗീകരിച്ചു തരില്ല. ഒരു ട്രീറ്റ്മെന്റിനും അവർ വരാൻ തയ്യാറാവുകയുമില്ല. അവരുടെ കണ്ണിൽ മറ്റുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ മുഴുവനുള്ളത്. അതുകൊണ്ട് ഇവരെ ഒരു ട്രീറ്റ്മെന്റിൽ എത്തിക്കുക എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവരുടെ ഒപ്പം ജീവിക്കുക എന്ന് പറയുന്നത്, ഇവർ ഒരു ഡേഞ്ചറസ് പേഴ്സൺ ആണെന്ന് ഏറ്റവും തിരിച്ചറിയുന്നത് ജീവിത പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവരുടെ അടുത്ത് നിന്ന് വിട്ടുപോകാമെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് ജീവിത പങ്കാളികൾ ഇവരെ വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇത്തരം നാർസിസ്റ്റിക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ
അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നന്ദി.